ഓഫ് കാൽസ്യം കാർബണേറ്റ് ഇക്വലന്റ് ഹാർഡ്നസ് എന്ന് പറയണമെന്ന് ഓർത്താൽ മതി. നമ്പർ ഓഫ് പാർട്സ് ഓഫ് ഹാർഡ്നസ് പ്രസന്റ് ഇൻ 10⁶ പാർട്സ് ഓഫ് വാട്ടർ എന്ന് പറയുന്നതിന് പകരം നമ്പർ ഓഫ് എന്താണ് നമ്പർ ഓഫ് കാൽസ്യം കാർബണേറ്റ് ഇക്വലന്റ് ഹാർഡ്നസ്, പാർട്സ് ഓഫ് കാൽസ്യം കാർബണേറ്റ് ഇക്വലന്റ് ഹാർഡ്നസ് പ്രസന്റ് ഇൻ 10⁶ പാർട്സ് എന്ന് പറയണം. അത് മാത്രമേ നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരാനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ ആദ്യത്തെ യൂണിറ്റ് ppm ഡിഫൈൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ppm is the number of parts of, ആരാ അവിടെ സംസാരിക്കുന്നത്? നിങ്ങളൊന്നും ഓക്കെ. 41 വരെ ആയിട്ടുള്ളല്ലോ എത്ര നേരമായിട്ടും. Okay. It is the number of parts of calcium carbonate equivalent hardness present in 10⁶ parts of water. അതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, പാർട്സ് പെർ മില്യൺ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? എത്ര പാർട്ട് ഹാർഡ്നെസ്സിന് കാരണമായിട്ടുള്ള സബ്സ്റ്റൻസ് ടോട്ടൽ 10⁶ പാർട്സ് വാട്ടറിലുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, 10⁶ പാർട്സ് എന്ന് പറയുന്നത് 10⁶ ടോട്ടൽ വോളിയം ആയിരിക്കും. ടോട്ടൽ അത്രയും വെള്ളത്തിൻ്റെ അകത്ത് എന്തുമാത്രം നമ്മുടെ ഹാർഡ്നെസ്സിന് കാരണമായിട്ടുള്ള സബ്സ്റ്റൻസ് ഉണ്ട് എന്നുള്ളതാണ്. അതാണ് ppm എന്ന് പറയുന്നത്. രണ്ടാമത്തെ യൂണിറ്റ് മില്ലിഗ്രാം പെർ ലിറ്റർ ആണ്. ഓക്കെ, ഈ രണ്ട് യൂണിറ്റ് ആണ് നമ്മൾ എപ്പോഴും ഹാർഡ്നെസ് എക്സ്പ്രസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് യൂണിറ്റ് എന്താണ്? ppm. സെക്കൻഡ് യൂണിറ്റ് എന്താണ്? മില്ലിഗ്രാം പെർ ലിറ്റർ ആണ് സെക്കൻഡ് യൂണിറ്റ്. മില്ലിഗ്രാം പെർ ലിറ്റർ എന്ന് പറയുമ്പോൾ അത് ആ പേരിൽ തന്നെയുണ്ട്. എത്ര മില്ലിഗ്രാം ഹാർഡ്നെസ്സിന് കാരണമായിട്ടുള്ള സബ്സ്റ്റൻസ് ഒരു ലിറ്റർ വെള്ളത്തിലുണ്ടാവും. മില്ലിഗ്രാം പെർ ലിറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ലിറ്ററിൽ ഹാർഡ്നെസ്സിന് കാരണമായിട്ടുള്ള സബ്സ്റ്റൻസ് എത്ര മില്ലിഗ്രാം ഉണ്ടാകും. ഓക്കെ, മനസ്സിലായല്ലോ? നമ്പർ ഓഫ് മില്ലിഗ്രാംസ് ഓഫ് ഹാർഡ്നെസ് കോസിംഗ് സബ്സ്റ്റൻസ് എന്നല്ല നമ്മൾ പറയുന്നത്. എങ്ങനെ പറയുന്നത്? നമ്പർ ഓഫ് മില്ലിഗ്രാംസ് ഓഫ് കാൽസ്യം കാർബണേറ്റ് ഇക്വലന്റ് ഹാർഡ്നെസ്. ഞാൻ പറഞ്ഞല്ലോ, എന്ത് സബ്സ്റ്റൻസ് ആണോ ഹാർഡ്നെസ്സിന് കാരണമായിട്ടുള്ളത് അതിനെ നമ്മൾ എന്തിൻ്റെ ടേമിലോട്ട് മാറ്റുവാണ്? കാൽസ്യം കാർബണേറ്റിന് ഇക്വലന്റ് ആയിട്ട് എന്തോരം ഉണ്ടെന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ കാൽസ്യം കാർബണേറ്റിലേക്ക് മാറ്റുവാണ്. അപ്പോൾ മില്ലിഗ്രാം പെർ ലിറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് മില്ലിഗ്രാംസ് ഓഫ് കാൽസ്യം കാർബണേറ്റ് ഇക്വലന്റ് ഹാർഡ്നെസ് പ്രസന്റ് ഇൻ 1 ലിറ്റർ വാട്ടർ. കുറേ പേർക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെസ്സേജ് വരുന്നുണ്ട്. എന്താണോ പ്രശ്നം? അരുൺ അയച്ചേക്കുന്നു, സീര, ആദിത്യ, ദിവ്യ, സംഗീത. ഓക്കെ, എന്താ ചെയ്യണേ? കണക്ഷൻ പ്രോബ്ലം ആയിരിക്കും. ഇത്രയും പേർക്ക് പറ്റിയെങ്കിൽ എല്ലാവർക്കും പറ്റേണ്ടതാണല്ലോ. അപ്പോൾ നെറ്റിൻ്റെ പ്രശ്നം തന്നെയായിരിക്കും, സാരമില്ല. ഓക്കെ, ഞാൻ വീഡിയോ തന്നോളാം, അത് പ്രശ്നമൊന്നുമില്ല. മിസ്സേ എന്തോ? മിസ്സേ കേക്കാം, പറഞ്ഞോ. ഞാൻ വർഷയാണ്. മിസ് ഇടയ്ക്ക് വെച്ച് ലെഫ്റ്റ് ആയി പോണല്ലോ കണക്ഷന്. മോനെ, അത് ഹലോ മിസ് കേട്ടൂടാ? അവിടുത്തെ കണക്ഷൻ പ്രോബ്ലം ആണ് കേട്ടോ. അവിടുത്തെ എനിക്ക് എന്താണെങ്കിലും നെറ്റ്വർക്കിന് പ്രശ്നമില്ല. ആണല്ലേ? അത് നിങ്ങളുടെ അവിടുത്തെ ഒന്നാമത് ഇപ്പൊ ക്ലൈമറ്റും അത്ര നല്ലതല്ലല്ലോ, ഭയങ്കര മഴയൊക്കെ അല്ലേ. അതുകൊണ്ടായിരിക്കും ഇന്ന് ജോയിൻ ചെയ്യാൻ പറ്റിയവർക്ക് പോലും ഇന്ന് പറ്റാത്തത്. സാരമില്ല, അത് വിഷമിക്കണ്ട. നിങ്ങൾക്ക് ക്ലാസ്സിന്റെ കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. പിന്നെ അറ്റൻഡൻസിന്റെ കാര്യം ഞാൻ നോക്കട്ടെ. നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അറ്റൻഡൻസ് തന്നല്ലേ പറ്റുള്ളൂ. അതെനിക്ക് പ്രശ്നമില്ല, ഞാൻ തന്നോളാം. ഓക്കെ ഓക്കെ മിസ്. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞു വന്നത്? മില്ലിഗ്രാം പെർ ലിറ്റർ എന്താണെന്ന്. നമ്പർ ഓഫ് മില്ലിഗ്രാംസ് ഓഫ് കാൽസ്യം കാർബണേറ്റ് ഇക്വലന്റ് ഹാർഡ്നെസ് പ്രസന്റ് ഇൻ 1 ലിറ്റർ വാട്ടർ എന്നാണ് നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യേണ്ടത്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പാർട്സ് പെർ. ഞാൻ സംസാരിക്കുമ്പോൾ വേറെ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒന്നുമില്ലല്ലോ അല്ലേ? എൻ്റെ മക്കൾക്ക് അപ്പുറത്ത് വീഡിയോ വെച്ച് കൊടുത്ത് ഇരുത്തിയേക്കുവാണ്. തൊട്ടിപ്പുറത്ത് വേറെ എൻ്റെ സിസ്റ്റർ ഓൺലൈൻ ക്ലാസ് എടുക്കുന്നു, അതിൻ്റെ അപ്പുറത്ത് ഹസ്ബൻഡ് ഓൺലൈൻ ക്ലാസ് എടുക്കുന്നു. ഞാൻ പറയുന്നത് തന്നെയാണല്ലോ അല്ലേ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത്? എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ പറയണം. എനിക്കിനി ഒന്നും എനിക്കിനി ഒന്നും ചെയ്യാൻ. ഓക്കെ, ഓരോ മുറിയിലും ഓരോരുത്തരും. ഓക്കെ. മക്കൾ പാടം വയ്ക്കാതെ അവർക്ക് വീഡിയോ കാർട്ടൂൺ വെച്ച് കൊടുത്തേക്കാം. അപ്പോൾ അതിൻ്റെയൊക്കെ സൗണ്ട് ചെറുതായിട്ട് എനിക്ക് കേൾക്കുന്നുണ്ട്, അതാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ,
അപ്പോൾ നമ്മൾ മില്ലിഗ്രാം പെർ ലിറ്റർ എന്താണെന്ന് കണ്ടു. ഇനി ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പാർട്സ് പെർ മില്യൺ എന്ന് പറയുന്നതും മില്ലിഗ്രാം പെർ ലിറ്റർ എന്ന് പറയുന്നതും ആക്ച്വലി ഒന്ന് തന്നെയാണ്. ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ പാർട്സ് പെർ മില്യൺ കണ്ടു. ഇനി സെക്കൻഡ് യൂണിറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് മില്ലിഗ്രാം പെർ ലിറ്റർ ആണ്, ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ ഫലത്തിൽ ഈ പാർട്സ് പെർ മില്യൺ ഈസ് ഈക്വൽ ടു മില്ലിഗ്രാം പെർ ലിറ്റർ എന്നാണ് പറഞ്ഞത്. അതെങ്ങനെ ശരിയാവും എന്ന് നോക്കാം. അത് ഞാൻ നിങ്ങൾ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു തന്നിരുന്നു. ഓക്കെ, അതായത് മില്ലിഗ്രാം പെർ ലിറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാമാണ്? 1000 ഗ്രാം ആണ്. അതപ്പോൾ എത്ര മില്ലിഗ്രാം ആണ്? 1000 ഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര മില്ലിഗ്രാം ആണ്? 1000 × 1000. 1000 × 1000 എന്ന് പറയുമ്പോഴത്തേനും 10⁻6 വരും. അപ്പോൾ ടോട്ടൽ എത്രയായി? 10⁻6 ആയി. അപ്പം 1 മില്ലിഗ്രാം പെർ ലിറ്റർ എന്ന് പറഞ്ഞാൽ 1 മില്ലിഗ്രാം പെർ ലിറ്റർ ആണ്. അപ്പോൾ പെർ ലിറ്റർ എന്ന് പറയുമ്പോഴത്തേനും ലിറ്റർ 1000 ഗ്രാം എന്ന് പറയുന്നത് 10⁻6 മില്ലിഗ്രാം. അപ്പോൾ 1 മില്ലിഗ്രാം പെർ 10⁻6 മില്ലിഗ്രാം എന്ന് വരികയാണ്. മനസ്സിലായോ? 1 മില്ലിഗ്രാം പെർ 10⁻6 മില്ലിഗ്രാം. ഓക്കെ, അത് തന്നെയല്ലേ പാർട്സ് പെർ മില്യൺ? ഞാൻ ആദ്യമേ പറഞ്ഞു നമ്പർ ഓഫ് പാർട്സ് പ്രസന്റ് ഇൻ 10⁻6 പാർട്സ് എന്നാണ് പറയുന്നത്. ആ പാർട്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഗ്രാം ആകാം, ചിലപ്പോൾ മില്ലിഗ്രാം ആകാം, ചിലപ്പോൾ ലിറ്റർ ആകാം, ചിലപ്പോൾ മില്ലി ലിറ്റർ ആകാം. ഓക്കെ, അത് എത്ര ലിറ്റർ ആണ് ടോട്ടൽ 10⁻6 ലിറ്ററിലുള്ളത്, അല്ലെങ്കിൽ എത്ര മില്ലിഗ്രാം ആണ് ടോട്ടൽ 10⁻6 മില്ലിഗ്രാമിലുള്ളത്, അങ്ങനെ പറയുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പാർട്സ് പെർ മില്യൺ എന്ന് വിളിക്കുന്നത്. ടോട്ടൽ മില്യണിൽ എത്ര ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഫലത്തിൽ മില്ലിഗ്രാം പെർ ലിറ്റർ എന്ന് പറഞ്ഞാലും കുറേ പേർക്ക് ജോയിൻ ആവാൻ പറ്റുന്നില്ല കേട്ടോ. ഞാനിവിടുന്ന് അഡ്മിറ്റ് കൊടുത്തിട്ടും ആകുന്നില്ല. 44 പേരെ ഇത്ര നേരമായിട്ട് വന്നു കൊടുക്കുന്നു, സാറില്ല. അപ്പോൾ അതാണ് രണ്ടാമത്തെ യൂണിറ്റ്. ഇനി നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നില്ലാത്ത 2 യൂണിറ്റാണ് ഇനി പറയാനുള്ളത്. ഒന്ന് ക്ലാസ് ഡിഗ്രി എന്ന് പറയും. എന്താണ് ക്ലാസ് ഡിഗ്രി? ക്ലാസ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇത് എത്ര പാർട്സ്, ടോട്ടൽ 70,000 പാർട്സിൽ എത്ര പാർട്സ് ഉണ്ടെന്ന് പറയുന്നതിനെയാണ് നമ്മൾ ക്ലാസ് ഡിഗ്രി എന്ന് പറയുന്നത്. എൻ്റെ വീഡിയോ നിങ്ങൾ കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ സ്പെല്ലിങ്ങുകളൊക്കെ തോന്നുന്നുണ്ടാവും. അത് നിങ്ങൾ കണ്ടിട്ടില്ലാത്തൊരു കാണുക. ക്ലാസ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ ടോട്ടൽ എത്ര വോളിയത്തിലാണ്? 70,000 വോളിയത്തിൽ. ടോട്ടൽ 10⁻6 വോളിയം ആണെങ്കിൽ പാർട്സ് പെർ മില്യൺ, ടോട്ടൽ 1 ലിറ്ററിലാണെങ്കിൽ മില്ലിഗ്രാം പെർ ലിറ്റർ, ടോട്ടൽ 70,000-ലാണെങ്കിൽ അതിനെ ക്ലാസ് ഡിഗ്രി വിളിക്കും. ഇനി പിന്നെ നമുക്ക് വേറൊരു യൂണിറ്റ് ഉള്ളത് ഫ്രഞ്ച് ഡിഗ്രിയാണ്. ഫ്രഞ്ച് ഡിഗ്രി അല്ലെങ്കിൽ ഡിഗ്രി ഫ്രഞ്ച് എന്നും പറയും. ഈ ഫ്രഞ്ച് ഡിഗ്രി എന്ന് പറഞ്ഞാൽ ടോട്ടൽ എത്രയാണെന്ന് അറിയാമോ? 10⁵5 പാർട്സ് ആണ്. സോറി, അതെ 10⁵5 പാർട്സ്. മൊത്തം 10⁻6 പാർട്സ് ആണെങ്കിൽ മില്ലിഗ്രാം, സോറി പാർട്സ് പെർ മില്യൺ, ടോട്ടൽ 10⁻5 പാർട്സ് ആണെങ്കിൽ എന്താണ്? ഫ്രഞ്ച് ഡിഗ്രി. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഏതൊക്കെയാണ് ഹാർഡ്നെസ് എക്സ്പ്രസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന യൂണിറ്റ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് യൂണിറ്റ് ppm, സെക്കൻഡ് യൂണിറ്റ് മില്ലിഗ്രാം പെർ ലിറ്റർ, തേർഡ് യൂണിറ്റ് ക്ലാസ് ഡിഗ്രി. ക്ലാസ് ഡിഗ്രിയുടെ പ്രത്യേകത എന്താ? മൊത്തത്തിൽ 70,000-ൽ എത്രയുണ്ടെന്നുള്ളതാണ്. അടുത്ത് ഫ്രഞ്ച് ഡിഗ്രി. ഫ്രഞ്ച് ഡിഗ്രിയുടെ പ്രത്യേകത എന്താ? ടോട്ടൽ 10⁻5-ൽ എത്രയുണ്ടെന്നുള്ളതാണ്. എല്ലായിടത്തും നിങ്ങൾ എങ്ങനെ പറയണം? നമ്പർ ഓഫ് പാർട്സ് ഓഫ് കാൽസ്യം കാർബണേറ്റ് ഇക്വലന്റ് ഹാർഡ്നെസ് പ്രസന്റ് ഇൻ 10⁻6 പാർട്സ്, ദാറ്റ് ഈസ് പാർട്സ് പെർ മില്യൺ. Number of milligrams of calcium carbonate equivalent hardness present in 1 liter, that is milligram per liter. മൂന്നാമത്തെ യൂണിറ്റ് ക്ലാസ് ഡിഗ്രി. ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് പാർട്സ് ഓഫ് കാൽസ്യം കാർബണേറ്റ് ഇക്വലന്റ് ഹാർഡ്നെസ് പ്രസന്റ് ഇൻ 17,000 പാർട്സ് ഓഫ് വാട്ടർ. ഇനി നാലാമത്തെ ഫ്രഞ്ച് ഡിഗ്രി. ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് പാർട്സ് ഓഫ് കാൽസ്യം കാർബണേറ്റ് ഇക്വലന്റ് ഹാർഡ്നെസ് പ്രസന്റ് ഇൻ 10⁵5 പാർട്സ് ഓഫ് വാട്ടർ. പിന്നെ ഒരു യൂണിറ്റ് കൂടെ, ലാസ്റ്റ് യൂണിറ്റ് ഉണ്ട് മില്ലി ഇക്വലൻസ് പെർ ലിറ്റർ. അത് പേരിൽ തന്നെ ക്ലിയർ ആണ്, മില്ലി ഇക്വലൻസ് പെർ ലിറ്റർ. ഒരു ലിറ്ററിൽ ഹാർഡ്നെസ് പ്രൊഡ്യൂസിങ് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഹാർഡ്നെസ് കോസിങ് സബ്സ്റ്റൻസ് എത്ര മില്ലി ഇക്വലൻസ് ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും യൂണിറ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ സാധാരണ പറയുന്ന 2 യൂണിറ്റ് ഏതൊക്കെയാണ്? പാർട്സ് പെർ മില്യണും മില്ലിഗ്രാം പെർ ലിറ്ററും മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്ന 2 യൂണിറ്റ്. ജഡാനിയിലൊന്നും വരാനേ പറ്റുന്നില്ല, കുറേ സമയമായി. ഓക്കെ, അപ്പോൾ ഇത്ര കുറേ പേര് വീഡിയോ ഓഫ് ചെയ്തിട്ടേക്കുന്നത് എന്താണാവോ? ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് യൂണിറ്റ്സ്. അപ്പോൾ നമ്മൾ ഹാർഡ്നെസ് എക്സ്പ്രസിന്റെ യൂണിറ്റ്സ് എന്തൊക്കെയാണെന്ന് പഠിച്ചു കഴിഞ്ഞു. ഒന്നോടെ ഒന്ന് ഓർക്കാം. പാർട്സ് പെർ മില്യൺ, മില്ലിഗ്രാം പെർ ലിറ്റർ,
ക്ലാസ് ഡിഗ്രി, ഫ്രഞ്ച് ഡിഗ്രി, മില്ലി ഇക്വലൻസ് പെർ ലിറ്റർ, ഇത്രയും 5 യൂണിറ്റ്സ് ആണ് വരുന്നത്. ഓക്കെ, എല്ലാത്തിനും വ്യത്യാസം മനസ്സിലായല്ലോ. മില്ലിഗ്രാം പെർ ലിറ്റർ ആ പേരിൽ തന്നെയുണ്ട്. ഒരു ലിറ്ററിൽ എത്ര മില്ലിഗ്രാം ഹാർഡ്നസ് പ്രൊഡ്യൂസിങ് സബ്സ്റ്റൻസ് ഉണ്ട്. പക്ഷെ ഹാർഡ്നസ് പ്രൊഡ്യൂസിങ് സബ്സ്റ്റൻസ് എന്നല്ല നമ്മൾ പറയുന്നത്, പകരം നമ്മൾ എങ്ങനെ പറയുന്നത്, എന്താണ്, കാൽസ്യം കാർബണേറ്റ് ഇക്വലന്റ് ഹാർഡ്നസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഹാർഡ്നസ് പ്രൊഡ്യൂസിങ് സബ്സ്റ്റൻസ് കാൽസ്യം കാർബണേറ്റിന് ഇക്വലന്റ് ആയിട്ട് എന്തുമാത്രം ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇത്രയും യൂണിറ്റ്സ് ആണ് നമുക്കിവിടെ പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് ഡിഗ്രി ഓഫ് ഹാർഡ്നസ്. അത് ഞാൻ ഇന്നലെ ഒന്ന് തുടങ്ങി വെച്ചിരുന്നു. യൂണിറ്റ് പറയാൻ തീരില്ല, പക്ഷെ ഇത് പറഞ്ഞാൽ തീരുമെന്നുള്ളത് കൊണ്ട് ഞാൻ ഇന്നലെ തുടങ്ങി വെച്ചിരുന്നതാണ്. പക്ഷെ നമുക്കതൊന്നും ആക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിഗ്രി ഓഫ് ഹാർഡ്നസ് എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ടോപ്പിക്ക്. അപ്പോൾ നമ്മൾ 5ാമത്തെ മൊഡ്യൂൾ തുടങ്ങിയിട്ട് എത്ര ടോപ്പിക്ക് ഡിസ്കസ് ചെയ്തു? ഫസ്റ്റ് ഹാർഡ്നസ് എന്ന് പറയുന്ന ടേം ഡിസ്കസ് ചെയ്തു. ദെൻ ടൈപ്സ് ഓഫ് ഹാർഡ്നസ്, 2 ടൈപ്പ് ഉണ്ട്, ടെമ്പററി ഹാർഡ്നസ് ആൻഡ് പെർമനന്റ് ഹാർഡ്നസ്. പിന്നെ മൂന്നാമത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? യൂണിറ്റ്സ് ഓഫ് ഹാർഡ്നസ്, ഹാർഡ്നസ് എക്സ്പ്രസ് ചെയ്യുന്ന യൂണിറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് പിന്നെ നമ്മൾ പറഞ്ഞത്. അത് 5 യൂണിറ്റ്സ് നമ്മൾ കണ്ടു. പിന്നെ ഇനി നമുക്ക് പഠിക്കാനുള്ള ആ ഹെഡിങ് എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് ഹാർഡ്നസ് എന്നുള്ളതാണ്. അത് ഞാൻ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എപ്പോഴും ഹാർഡ്നസ്സിന് കാരണമായിട്ടുള്ള സബ്സ്റ്റൻസ് എന്തുമായിക്കോട്ടെ അതിനെ നമ്മൾ എന്തിൻ്റെ ടേമിലോട്ടാണ് മാറ്റിയെടുക്കുന്നത്? കാൽസ്യം കാർബണേറ്റിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ടേമിലേക്ക്, കാൽസ്യം കാർബണേറ്റിന് ഇക്വലൻ്റ് ആയിട്ട് എന്തുമാത്രം ഉണ്ടെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ ആദ്യം നോക്കേണ്ട കാര്യം, വേറെ എത്രമാത്രം കെമിക്കൽസ് ഉണ്ട് എന്നിരുന്നാലും ഈ കാൽസ്യം കാർബണേറ്റിനെ തന്നെ എന്ത് ചെയ്യും? സ്റ്റാൻഡേർഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. എപ്പോഴും കാൽസ്യം കാർബണേറ്റിന്റെ ടേമിൽ തന്നെ പറയാനുള്ള കാരണം എന്താണ്? അതൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, അതൊരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. കാൽസ്യം കാർബണേറ്റ് ഈസ് ടേക്കൺ ആസ് എ സ്റ്റാൻഡേർഡ് ഫോർ എക്സ്പ്രസിംഗ് ദ ഹാർഡ്നസ് ഓഫ് വാട്ടർ. ഓക്കെ, ഹാർഡ്നസ് ഓഫ് വാട്ടർ എക്സ്പ്രസ് ചെയ്യാനായിട്ട് കാൽസ്യം കാർബണേറ്റ് തന്നെ സ്റ്റാൻഡേർഡ് ആയിട്ട് എടുക്കുന്നു. അതിന് കാരണം എന്താണെന്നുള്ളതാണ്. അതിന് കാരണം 3 കാരണങ്ങളാണ് മെയിനായിട്ട് പറയുന്നത്. ഒന്നാമത്തെ കാരണം, കാൽസ്യം കാർബണേറ്റ് ഈസ് ഫൗണ്ട് ടു ബി ദ മോസ്റ്റ് ഇൻസോൾബിൾ സോൾട്ട്. അതായത് ഒരുപാട് സോൾട്ടുകൾ ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതലായിട്ട് വാട്ടറിൽ, അതായത് അല്പം പോലും വാട്ടറിൽ സോൾബിൾ ആകാതെ നിൽക്കുന്ന ഒരു സോൾട്ടാണ് കാൽസ്യം കാർബണേറ്റ്. ക്ലിയർ ആയോ? അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അത് പക്ഷേ നമ്മൾ ഹാർഡ്നസ് എങ്ങനെയാണ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽഡ് പ്രൊസീജിയർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. മോസ്റ്റ് ഇൻസോൾബിൾ സോൾട്ടിനെ സ്റ്റാൻഡേർഡ് ആയിട്ട് എടുത്തതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നുള്ളത്. അപ്പോൾ മൊത്തമുള്ള സോൾട്ടിൽ ഏറ്റവും ഇൻസോൾബിൾ സോൾട്ടായിട്ട് കാണുന്ന ഒരു സോൾട്ടാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സോൾട്ടാണ് കാൽസ്യം കാർബണേറ്റ് എന്നുള്ളത് കൊണ്ട് അതാണ് ഒരു കാരണം. അപ്പോൾ കാൽസ്യം കാർബണേറ്റ് ഈസ് ടേക്കൺ ആസ് എ സ്റ്റാൻഡേർഡ് ഫോർ എക്സ്പ്രസിംഗ് ദ ഹാർഡ്നസ് ഓഫ് വാട്ടർ ഡ്യൂ ടു ദി ഫോളോവിങ് റീസൺ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് റീസൺ എന്ത് കൊടുക്കണം? ഇറ്റ് ഈസ് ഫൗണ്ട് ടു ബി ദ മോസ്റ്റ് ഇൻസോൾബിൾ സോൾട്ട്. ഓക്കെ, മറ്റ് സോൾട്ടുകളെല്ലാം അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ വാട്ടറിൽ സോൾട്ടുകൾ അല്ലാതെ നിൽക്കുന്ന സോൾട്ടാണ് ഇത് നമ്മുടെ കാൽസ്യം കാർബണേറ്റ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ബെസ്റ്റ് പ്രൈമറി സ്റ്റാൻഡേർഡ്. കാൽസ്യം കാർബണേറ്റ് ഈസ് എ ബെസ്റ്റ് പ്രൈമറി സ്റ്റാൻഡേർഡ്. അതെന്താ ഈ പ്രൈമറി സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ? നിങ്ങൾ +2 പ്രൈമറി സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ +2 വോളിമെട്രിക് ടൈട്രേഷൻ ചെയ്തപ്പോൾ ഈ സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അല്ലേ? അതായത് ചെറിയ കുപ്പിക്കകത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ തന്നിട്ടുണ്ടാവും. അത് നിങ്ങൾ കൊണ്ടുവന്ന് കോണിക്കൽ ഫ്ലാസ്കിലേക്ക് അല്ലേ, കോണിക്കൽ ഫ്ലാസ്ക് അല്ല, സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിൻ്റെ അകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അത് കറക്റ്റായിട്ട് മേക്കപ്പ് ചെയ്ത് ഷെയ്ഡ് ചെയ്തൊക്കെ എടുക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ സൊല്യൂഷൻ തന്നിരിക്കുന്ന സൊല്യൂഷനെ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സബ്സ്റ്റൻസ് കറക്റ്റായിട്ട് പോയി ബാലൻസിൽ പോയി വെയിറ്റ് എടുത്ത് അതിനെ മേക്കപ്പ് ചെയ്യുന്നു. അതും നമ്മുടെ അൺനോൺ സൊല്യൂഷനെ വെച്ചിട്ട് ടൈട്രേറ്റ് ചെയ്യും. അതൊന്നും നിങ്ങൾ ഓർക്കുന്നില്ലെങ്കിൽ സാരമില്ല. എന്താണെങ്കിലും നമുക്ക് ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ ടൈട്രേഷൻ വഴി കണ്ടുപിടിക്കണമെങ്കിൽ അതുമായിട്ട് ടൈട്രേറ്റ് ചെയ്യുന്ന മറ്റേ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം അല്ലേ? ശരിയല്ലേ? നമ്മളിപ്പോൾ NaOH HCl കൂടെ കണ്ടക്ടോമെട്രി ചെയ്തപ്പോൾ HClന്റെ സ്ട്രെങ്ത് കണ്ടുപിടിക്കണമെങ്കിൽ NaOHന്റെ സ്ട്രെങ്ത് നിങ്ങൾക്ക് അറിയാമായിരിക്കണം അല്ലേ? പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഫെറസൾഫേറ്റും കൂടെ വെച്ചിട്ട് നിങ്ങൾ പൊട്ടൻഷ്യോമെട്രി ടൈട്രേഷൻ ചെയ്തപ്പോൾ അവിടെ നമ്മൾ കണ്ടതാണ് എന്ത്? പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ സ്ട്രെങ്ത് നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും നിങ്ങളോട് പറഞ്ഞു തരുന്നതിന് പകരം ഇത്രയും കൂടെ നമുക്ക് സമയമൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഫുൾ എക്സ്പെരിമെൻ്റ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളോട് സ്വയം അത് കണ്ടുപിടിക്കാൻ പറയും. പകരം വേറെ ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസ് തന്നിട്ട്. ഓക്കെ, അപ്പോൾ കോൺസെൻട്രേഷൻ അറിയാവുന്ന സബ്സ്റ്റൻസ് അതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. കോൺസെൻട്രേഷൻ അറിയാവുന്ന സൊല്യൂഷനെയാണ്
സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാ സബ്സ്റ്റൻസും ഉപയോഗിച്ച് നമുക്ക് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. അതിൽ പല ടൈപ്പ് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻസ് ഉണ്ട്. പ്രൈമറി സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഉണ്ട്, സെക്കൻഡറി സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഉണ്ട്. അത്ര ഡീറ്റെയിൽഡ് ആയിട്ടോ ഒരുപാട് ഡീറ്റെയിൽസിലോട്ടോ നിങ്ങൾ പോകേണ്ട കാര്യമില്ല ഇവിടെ. ഓക്കെ, ഇപ്പോൾ പ്രൈമറി സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കോൺസെൻട്രേഷൻ അറിയാവുന്ന സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു സബ്സ്റ്റൻസ് എന്ന് മാത്രം ഓർത്തിരുന്നാൽ മതി. ഇവിടെ അതിനെക്കുറിച്ച് നിങ്ങളോട് ക്വസ്റ്റൻ ഒന്നും ചോദിക്കില്ല. അപ്പോൾ ഇതൊരു നല്ല പ്രൈമറി സ്റ്റാൻഡേർഡ് ആണെന്ന് മാത്രം ഇവിടെ ഓർത്തിരിക്കുക. കാൽസ്യം കാർബണേറ്റ് ഈസ് എ വെരി ഗുഡ് പ്രൈമറി സ്റ്റാൻഡേർഡ്. പിന്നെ ഓർത്തിരിക്കേണ്ടത് ഒരു നല്ല പ്രൈമറി സ്റ്റാൻഡേർഡിന് വേണ്ട ചില ഗുണങ്ങൾ ഏതൊക്കെയാണ്, ചില പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ്. ഇറ്റ് മസ്റ്റ് ബി സ്റ്റേബിൾ, ഇറ്റ് മസ്റ്റ് ബി പ്യുവർ. പ്യുവർ ആയിരിക്കണം, സ്റ്റേബിൾ ആയിരിക്കണം. പിന്നെ ഒരു നിങ്ങൾക്ക് അറിയത്തില്ലാത്ത 2 പുതിയ വാക്കുകൾ പറയുന്നുണ്ട്. ഇറ്റ് മസ്റ്റ് ബി നോൺ ഡെലിക്വസെന്റ്, ഇറ്റ് മസ്റ്റ് ബി നോൺ ഹൈഗ്രോസ്കോപ്പിക്. പറയുന്നത് ക്ലിയർ ആവുന്നില്ലെങ്കിൽ ടെക്സ്റ്റിൽ നോക്കാം കേട്ടോ. ഹൈഗ്രോസ്കോപ്പിക്, നോൺ ഹൈഗ്രോസ്കോപ്പിക്, നോൺ ഡെലിക്വസെന്റ് എന്ന് പറഞ്ഞാൽ ചില സബ്സ്റ്റൻസിന് അറ്റ്മോസ്ഫിയറിൽ നിന്ന് മോയ്സ്ചറിനെ അബ്സോർബ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള ഒരു സബ്സ്റ്റൻസിന് ഒരിക്കലും നമുക്ക് ഒരു പ്രൈമറി സ്റ്റാൻഡേർഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം അതിങ്ങനെ ഓപ്പൺ ആയിട്ട് വെച്ചാൽ അപ്പം തന്നെ മോയ്സ്ചറിനെ അബ്സോർബ് ചെയ്യിക്കരുത്. നമുക്ക് പിന്നെ അത് ഒരിക്കലും ഒരു പ്രൈമറി സ്റ്റാൻഡേർഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. പ്രൈമറി സ്റ്റാൻഡേർഡ് എന്നുള്ള കാര്യത്തിൽ കൺഫ്യൂഷൻ ഇല്ലാന്ന് വിചാരിക്കുന്നു. പ്രൈമറി സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ അറിയാവുന്ന ഒരു സൊല്യൂഷൻ ഉണ്ടല്ലോ, അത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ടൈട്രേഷന് വേണ്ടിയിട്ട് നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെയാണ് പ്രൈമറി സ്റ്റാൻഡേർഡ് എന്ന് വിളിക്കുന്നത്. നമുക്ക് എല്ലാ സബ്സ്റ്റൻസും അങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല. എങ്ങനെയുള്ള കണ്ടീഷൻസ് ഉള്ള സബ്സ്റ്റൻസ് ആണ്? സ്റ്റേബിൾ ആയിരിക്കണം, പ്യുവർ ആയിരിക്കണം, പിന്നെന്താണ്, അറ്റ്മോസ്ഫിയറിൽ നിന്ന് മോയ്സ്ചർ ഒന്നും വലിച്ചെടുക്കാൻ പാടില്ല. പിന്നെയോ ചില സബ്സ്റ്റൻസ് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ വേപ്പറൈസ് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. ഒറ്റയടിക്ക് വേപ്പറൈസ് ചെയ്ത് പോകുന്നതല്ല, പതുക്കെ 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 അതിൻ്റെ തന്നെ കുറച്ച് കണ്ടന്റ് പതുക്കെ എസ്കേപ്പ് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരാൻ പാടില്ല. അപ്പോൾ നോൺ ഹൈഗ്രോസ്കോപ്പിക്, നോൺ ഡെലിക്വസൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നോൺ ഡെലിക്വസൻ അറ്റ്മോസ്ഫിയറിൽ നിന്ന് മോയ്സ്ചറിനെ വലിച്ചെടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ വേപ്പർ സ്റ്റേറ്റിലോട്ട് മാറാനും പാടില്ല. അപ്പോൾ ഇത്രയുമാണ് ഒരു നല്ല പ്രൈമറി സ്റ്റാൻഡേർഡിന് വേണ്ട പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഈ എല്ലാ പ്രോപ്പർട്ടീസും കൃത്യമായിട്ട് ഒബേ ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് കാൽസ്യം കാർബണേറ്റ് എന്നുള്ളത് കൊണ്ട് കാൽസ്യം കാർബണേറ്റിനെ നമ്മൾ കാർബണസ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡായിട്ട് യൂസ് ചെയ്യുന്നു. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മൾ പറയുന്ന ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആൻസർ ആണ്. എക്സ്പ്ലെയിൻ വൈ കാൽസ്യം കാർബണേറ്റ് ഈസ് ടേക്കൺ ആസ് എ സ്റ്റാൻഡേർഡ് ഫോർ എക്സ്പ്രസിംഗ് ദ ഹാർഡ്നെസ് ഓഫ് വാട്ടർ. ഓക്കെ, ഒന്നാമത്തെ കാരണം എന്താണ്? ഇറ്റ് ഈസ് എ മോസ്റ്റ് ഇൻസോൾയുബിൾ സോൾട്ട്. രണ്ടാമത്തെ കാര്യം എന്താണ്? രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ബെസ്റ്റ് പ്രൈമറി സ്റ്റാൻഡേർഡ്. ആൻഡ് ദ എസെൻഷ്യൽ റിക്വയർമെന്റ് ഓഫ് എ പ്രൈമറി സ്റ്റാൻഡേർഡ് ആർ എ ഗുഡ് പ്രൈമറി സ്റ്റാൻഡേർഡ് ആർ ഇറ്റ് മസ്റ്റ് ബി സ്റ്റേബിൾ, ഇറ്റ് മസ്റ്റ് ബി പ്യുവർ, ഇറ്റ് മസ്റ്റ് ബി നോൺ ഡെലിക്വസെന്റ് ആൻഡ് ഇറ്റ് മസ്റ്റ് ബി നോൺ ഹൈഗ്രോസ്കോപ്പിക്. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ മൂന്നാമത്തേത് ലാസ്റ്റും ആയിട്ടുള്ള പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ the molecular mass of calcium carbonate is 100. കാൽസ്യം കാർബണേറ്റിന്റെ മോളിക്കുലാർ മാസ് എത്രയാണ്? 100 ആണ്. 100 ആയതുകൊണ്ട് എന്താ പ്രത്യേകിച്ച് ഗുണം? കാൽക്കുലേഷൻ ഒക്കെ ഭയങ്കര ഈസിയാണ് അല്ലേ? കാൽക്കുലേഷനിൽ മോളിക്കുലാർ മാസ് വരുന്ന എങ്ങനെയാണെന്നൊക്കെ നമ്മൾ വഴിയെ കാണും. അപ്പോൾ കാൽസ്യം കാർബണേറ്റിന് ഇക്വലന്റ് ആയിട്ട് അല്ലെങ്കിൽ കാൽസ്യം കാർബണേറ്റിന്റെ ടേമിൽ നമ്മൾ ഹാർഡ്നെസ് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കാൽക്കുലേഷൻ കുറച്ച് ഈസി ആണെന്നുള്ളതും ഒരു കാരണമാണ്. ഇനി കാൽസ്യം കാർബണേറ്റിന്റെ മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞാൽ കാൽസ്യത്തിൻ്റെത് 40, കാർബണിന്റെ 12, CaCO3 അല്ലേ, ഓക്സിജന്റെ 16, അതുപോലെ 3 ഓക്സിജൻ അത്ര ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും മോളിക്കുലാർ മാസ് എത്രയാണ്? 40. കാൽസ്യത്തിന്റെ 40, അങ്ങനെ വരുമ്പോൾ 100 കിട്ടും. ഓക്കെ ഓക്കെ, അപ്പോൾ അങ്ങനെ അതുകൊണ്ട് കൂടിയാണ് കാൽസ്യം കാർബണേറ്റിന്റെ ടേബിൾ എപ്പോഴും നമ്മൾ ഹാർഡ്നെസ് എക്സ്പ്രസ് ചെയ്യേണ്ട. ഒരു ഷോർട്ട് ക്വസ്റ്റിന്റെ ആൻസർ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് എങ്ങനെ ഹാർഡ്നെസ്സിന് കാരണമായിട്ടുള്ള സബ്സ്റ്റൻസിനെ കാൽസ്യം കാർബണേറ്റിന് ഇക്വലന്റ് ആക്കി മാറ്റിയെടുക്കാം, അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ഞാൻ എഴുതിയിരുന്നത് കാണിച്ചു തരാം.
ഞാൻ ഷെയർ ചെയ്ത സ്ക്രീൻ നിങ്ങൾ കണ്ടായിരുന്നോ? ഞാൻ ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ കണ്ടോ? നിങ്ങൾ അതിൽ കുത്തി വരയ്ക്കല്ലേ? ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഹാർഡ്നെസ് ഈസ് ഈക്വൽ ടു, ഹാർഡ്നെസ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ ആണ് ഹാർഡ്നെസ് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് ഹാർഡ്നെസ് പ്രൊഡ്യൂസിങ് സബ്സ്റ്റൻസ് ഇൻടു, പിന്നെ ഒരു ടേം ഉണ്ട്, ആ ടേമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ എന്ന് വിളിക്കും. അപ്പോൾ മാസ് ഓഫ്, ഈ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടറിൽ ഒരു ന്യൂമറേറ്ററും ഉണ്ട് ഡിനോമിനേറ്ററും ഉണ്ട്. അതിന്റെ ന്യൂമറേറ്ററിൽ പറയുന്നത് ഇക്വലന്റ് വെയിറ്റ് ഓഫ് കാൽസ്യം കാർബണേറ്റ്, ഡിനോമിനേറ്ററിൽ ഇക്വലന്റ് വെയിറ്റ് ഓഫ് ഹാർഡ്നെസ് പ്രൊഡ്യൂസിങ് സബ്സ്റ്റൻസ്. Okay, so hardness is equal to mass of hardness producing substance into ഈ ഇക്വേഷൻ ഇപ്പോൾ തന്നെ നിങ്ങൾ കാണാതെ പഠിക്കുക. ഏത് സബ്സ്റ്റൻസിന്റെയും ഹാർഡ്നെസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് ഹാർഡ്നെസ് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് ഹാർഡ്നെസ് പ്രൊഡ്യൂസിങ് സബ്സ്റ്റൻസ് ഇൻടു ഇക്വലന്റ് വെയിറ്റ് ഓഫ് കാൽസ്യം കാർബണേറ്റ് ഡിവൈഡഡ് ബൈ ഇക്വലന്റ് വെയിറ്റ് ഓഫ് ഹാർഡ്നെസ് പ്രൊഡ്യൂസിങ് സബ്സ്റ്റൻസ് എന്നുള്ളതാണ് ഇക്വേഷൻ. അപ്പോൾ കാൽസ്യം ക്ലോറൈഡ് ആണ് ഹാർഡ്നെസ്സിന് കാരണമായിട്ടുള്ളതെങ്കിൽ കാൽസ്യം ക്ലോറൈഡിന്റെ മാസ് എത്രയുണ്ട് എന്നുള്ളത് ഇവിടെ എടുക്കുക. അത് ഇൻടു ഇക്വലന്റ് വെയിറ്റ് ഓഫ് കാൽസ്യം കാർബണേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ മോളിക്കുലാർ വെയിറ്റും ഇക്വലന്റ് വെയിറ്റും തമ്മിലുള്ള വ്യത്യാസം? ഈ സ്ക്രീൻ ഞാൻ മാറ്റുവാണ്. ഇക്വേഷൻ നിങ്ങൾ നോട്ട് ചെയ്തിട്ടെന്ന് വിചാരിക്കുന്നു. Hardness is equal to mass of hardness producing substance into മാം കാണുന്നില്ല മാം ഇക്വേഷൻ കണ്ടിട്ടില്ല. ഇക്വേഷൻ കണ്ടില്ലെങ്കിൽ ഇല്ല മാം കണ്ടിട്ടില്ല. ആർക്കും കിട്ടുന്നില്ല? ഇല്ല മാം. ആരും സ്ക്രീൻ കാണുന്നില്ല? സ്ക്രീൻ കാണുന്നുണ്ട്, പക്ഷെ പോസ്റ്റായി കിടക്കാണ്. ഫോട്ടോ കാണത്തില്ല. ഫ്രണ്ടിലെ സ്ക്രീനാണ് മിസ്, അത് ഇക്വേഷൻ ഒന്നും കാണുന്നില്ല. ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ഒന്നും നിങ്ങൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് സ്ക്രീനാണ് നിങ്ങൾ കണ്ടത്? എന്താ കണ്ടത്? എന്ത് സ്ക്രീനാണ് വന്നത്? 4 ഫയൽസ് കിടക്കുന്നത് മാത്രമേ കാണത്തുള്ളൂ. 4 ഫയൽസ് കിടക്കുന്ന മാത്രമോ? 4 ഫോട്ടോസിന്റെ. ഞാൻ ഒന്നോടെ ട്രൈ ചെയ്യട്ടെ. കാണുന്നുണ്ടോ നോക്കണേ. ഇപ്പോഴോ? ഇല്ല, അങ്ങനെ തന്നെയാ. എങ്ങനെ? ഇല്ല, ഇപ്പോഴും സെയിം തന്നെ. 4 ഫയൽസ് ആണോ? ഫയൽ ഓപ്പൺ ആണില്ല. ഓക്കെ എന്നാ സാറല്ലേ, ഇപ്പൊ നിങ്ങൾ കേട്ട് എഴുതിക്കോ. ഇക്വേഷൻ എത്രയേ ഉള്ളൂ? ഹാർഡ്നെസ് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് ഹാർഡ്നെസ് പ്രൊഡ്യൂസിങ് സബ്സ്റ്റൻസ് ഇൻടു ഇക്വലന്റ് വെയിറ്റ് ഓഫ് കാൽസ്യം കാർബണേറ്റ് ഡിവൈഡഡ് ബൈ ഇക്വലന്റ് വെയിറ്റ് ഓഫ് ഹാർഡ്നെസ് പ്രൊഡ്യൂസിങ് സബ്സ്റ്റൻസ്. കിട്ടിയല്ലോ? ഹാർഡ്നെസ് ഈസ് ഈക്വൽ ടു എന്നോട് പറയാം. ഹാർഡ്നെസ് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ സ്ക്രീൻ? പറ്റുന്നുണ്ട്. കാണാം. ഇപ്പൊ പറ്റുന്നുണ്ടോ? ഇപ്പൊ കാണുന്നുണ്ട്. ഓക്കെ. അതെന്റെ അറിവില്ലായ്മയുടെ കുഴപ്പമാണ്. ഞാനിപ്പോ സഹായത്തിന് ആളെ വിളിച്ചതാ. ഓക്കെ. ഹാർഡ്നെസ് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് ഹാർഡ്നെസ് പ്രൊഡ്യൂസിങ് സബ്സ്റ്റൻസ് ഇൻടു ഇക്വലന്റ് വെയിറ്റ് ഓഫ് കാൽസ്യം കാർബണേറ്റ് ഡിവൈഡഡ് ബൈ ഇക്വലന്റ് വെയിറ്റ് ഓഫ് ഹാർഡ്നെസ് പ്രൊഡ്യൂസിങ് സബ്സ്റ്റൻസ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഹാർഡ്നെസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അതായത് ഹാർഡ്നെസ്സിന് കാരണമായിട്ടുള്ള സബ്സ്റ്റൻസ് ഏതായിരുന്നാലും അതിനെ കാൽസ്യം കാർബണേറ്റിന് ഇക്വലന്റ് ആയിട്ട് മാറ്റാനുള്ള ഇക്വേഷൻ ഇതാണ്. ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് പ്രോബ്ലം ചെയ്യാനുണ്ട്. അപ്പൊ നിങ്ങൾ ഇക്വേഷൻ എഴുതിയെടുക്കണം. ഹാർഡ്നെസ് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് ഹാർഡ്നെസ് പ്രൊഡ്യൂസിങ് സബ്സ്റ്റൻസ് ഇൻടു ഹാർഡ്നെസ് പ്രൊഡ്യൂസിങ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊന്നെങ്കിൽ കാൽസ്യം ക്ലോറൈഡ്, അല്ലെങ്കിൽ കാൽസ്യം സൾഫേറ്റ്, അല്ലെങ്കിൽ കാൽസ്യം ബൈകാർബണേറ്റ്, അല്ലെങ്കിൽ മഗ്നീഷ്യം ക്ലോറൈഡ്, മഗ്നീഷ്യം സൾഫേറ്റ്, മഗ്നീഷ്യം ബൈകാർബണേറ്റ്. ഇവര് മാത്രമേ ആകാവുള്ളൂ ഇല്ലാട്ടോ, ഇവരാണ് മെയിൻ ആയിട്ട്. ഓക്കെ, അപ്പൊ അത് എത്ര മാസം ഉണ്ട്?
അത് ഇൻറ്റു ഇക്വലന്റ് വെയിറ്റ് ഓഫ് കാൽസ്യം കാർബണേറ്റ്. ഇക്വലന്റ് വെയിറ്റും മോളിക്കുലാർ വെയിറ്റും തമ്മിലുള്ള വ്യത്യാസം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. കാൽസ്യം കാർബണേറ്റിന് മോളിക്കുലാർ വെയിറ്റ് 100 ആണെന്ന് നമ്മൾ മുമ്പ് കണ്ടു. ഇക്വലന്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മോളിക്കുലാർ മാസ് ഡിവൈഡഡ് ബൈ ചാർജ് ഓഫ് പോസിറ്റീവ് അയോൺ ആണ് ഇക്വലന്റ് മാസ്. ഇക്വലന്റ് മാസ് അല്ലെങ്കിൽ ഇക്വലന്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോളിക്കുലാർ മാസ് ഡിവൈഡഡ് ബൈ ചാർജ് ഓഫ് പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺ. അപ്പൊ ഇവിടെ കാൽസ്യം കാർബണേറ്റിലെ കിട്ടിയോ? എഴുതാൻ കിട്ടിയല്ലോ. ഇക്വലന്റ് വെയിറ്റ് ഈസ് ഈക്വൽ ടു molecular weight divided by charge of positively charged ion. പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺ എന്ന് പറയുമ്പോൾ കാൽസ്യം കാർബണേറ്റിലെ പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺ ഏതാണ്? കാൽസ്യം ആണ്. അതിന്റെ ചാർജ് എത്രയാണ്? 2+ ആണ് അല്ലെ? Ca2+ ആണ്. അപ്പോൾ ഇക്വലന്റ് വെയിറ്റ് ഓഫ് കാൽസ്യം കാർബണേറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും? മോളിക്കുലാർ വെയിറ്റ് ഓഫ് കാൽസ്യം കാർബണേറ്റ് ഡിവൈഡഡ് ബൈ 2 വരും. ഓക്കെ, അപ്പോൾ ഏത് സബ്സ്റ്റൻസിന്റെ ഇക്വലന്റ് വെയിറ്റ് കണ്ടുപിടിക്കണമെങ്കിലും അതിന്റെ മോളിക്കുലാർ വെയിറ്റ് ഡിവൈഡഡ് ബൈ ചാർജ് ഓഫ് ദി പോസിറ്റീവ് അയോൺ നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ മാസ് ഓഫ് കാർബണസ് പ്രൊഡ്യൂസിങ് സബ്സ്റ്റൻസ് ഇൻറ്റു ഇക്വലന്റ് വെയിറ്റ് ഓഫ് കാൽസ്യം കാർബണേറ്റ് എത്ര വരും? അപ്പോൾ 50 വരും അല്ലേ? മോളിക്കുലാർ മാസ് ഓഫ് കാൽസ്യം കാർബണേറ്റ് 100 ആണ്. അപ്പോൾ ഇക്വലന്റ് വെയിറ്റ് എത്ര വരും? 50 വരും. ഓക്കെ, 50 ഡിവൈഡഡ് ബൈ, അപ്പോൾ ന്യൂമറേറ്റർ, ഇതിന്റെ ന്യൂമറേറ്റർ എപ്പോഴും 50 തന്നെ വരുള്ളൂ. താഴെ എന്ത് വരണം? ഇക്വലന്റ് വെയിറ്റ് ഓഫ് കാർബണസ് പ്രൊഡ്യൂസിങ് സബ്സ്റ്റൻസ്. കാർബണസിന് കാരണമായിട്ടുള്ള സബ്സ്റ്റൻസ് എന്താണെന്ന് നിങ്ങൾക്ക് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ടാവും. അത് കാൽസ്യം ക്ലോറൈഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ കാൽസ്യം സൾഫേറ്റ് ആയിരിക്കും, കാൽസ്യം ബൈകാർബണേറ്റ് ആയിരിക്കും. ഈ ഇക്വലന്റ് വെയിറ്റ് ഓഫ് കാൽസ്യം കാർബണേറ്റ് ഡിവൈഡഡ് ബൈ ഇക്വലന്റ് വെയിറ്റ് ഓഫ് കാർബണസ് പ്രൊഡ്യൂസിങ് സബ്സ്റ്റൻസിനെ വിളിക്കുന്ന വേറൊരു പേരാണ് മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ. ഓക്കെ, അപ്പോൾ ഹാർഡ്നെസ് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് ഹാർഡ്നെസ് പ്രൊഡ്യൂസിങ് സബ്സ്റ്റൻസ് ഇൻറ്റു മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ എന്ന് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, ഇക്വേഷൻ എല്ലാവർക്കും കിട്ടിയല്ലോ അല്ലേ? മാസ് ഓഫ് ഹാർഡ്നെസ് പ്രൊഡ്യൂസിങ് സബ്സ്റ്റൻസ് ഇൻറ്റു മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ. ആ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ ഒരു ന്യൂമറേറ്ററും ഉണ്ട്, ഒരു ഡിനോമിനേറ്ററും ഉണ്ട്. ന്യൂമറേറ്ററിൽ എപ്പോഴും 50 ആണ് വരിക, കാരണം അത് ഇക്വലന്റ് വെയിറ്റ് ഓഫ് കാൽസ്യം കാർബണേറ്റ് 50 ആയതുകൊണ്ട്. ഡിവൈഡഡ് ബൈ ഇക്വലന്റ് വെയിറ്റ് ഓഫ് ഹാർഡ്നെസ് പ്രൊഡ്യൂസിങ് സബ്സ്റ്റൻസ് എന്നാണ് കിട്ടുന്നത്. ഈ ഇക്വേഷൻ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. സീതാലക്ഷ്മി, ഓക്കെ, ഇനി ഒരു സെക്കൻഡ് ഞാൻ ഈ പാർട്ടിസിപ്പൻസ് ഇപ്പോൾ വന്നേക്കുന്ന പാർട്ടിസിപ്പൻസിന്റെ ജസ്റ്റ് ഒന്ന് പേര് നോട്ട് ചെയ്തോട്ടെ കേട്ടോ. ഞാൻ ജസ്റ്റ് ഫോട്ടോ എടുത്തോട്ടെ, അല്ലെങ്കിൽ പിന്നെ അറ്റൻഡൻസ് ഇച്ചിരി പ്രശ്നമാകും. ഞാൻ എൻ്റെ വീഡിയോ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും ഇന്നിപ്പോൾ മീറ്റിംഗിൽ ജോയിൻ ചെയ്തേക്കുന്ന, ക്ലാസ്സിൽ ജോയിൻ ചെയ്തേക്കുന്ന എല്ലാവരുടെയും അറ്റൻഡൻസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അറ്റൻഡൻസ് ഗ്രൂപ്പിലിടാം. ഇന്നലെ 3 പേര് ആബ്സെന്റ് ആയിരുന്നു. അവരുടെ നമ്പറും നിങ്ങളുടെ ഇന്നത്തെ ആബ്സെന്റീസും കൂടെ കൂടിയിട്ട് ഞാൻ ഒരുമിച്ച് ഇട്ടേക്കാം. ഓക്കെ, അപ്പോൾ ഈ ഹാർഡ്നെസ് ഇപ്പം ചിലപ്പം കട്ടായിരിക്കും കേട്ടോ, കാരണം 45 മിനിറ്റ്സ് ആകുമ്പോൾ തന്നെത്താനെ കട്ടാവും. അപ്പോൾ മാസ് ഓഫ് ഹാർഡ്നെസ് പ്രൊഡ്യൂസിങ് സബ്സ്റ്റൻസ് ഇൻറ്റു മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ എന്നുള്ളതാണ്
ഇക്വേഷൻ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ട് ഒന്ന് പ്രോബ്ലം ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ നോക്കട്ടെ, ഒരു ക്വസ്റ്റ്യൻ ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കട്ടെ. നോക്കുക കേട്ടോ. ഇപ്പം ഞാൻ ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? മിസ് കാണാം. കാണാം അല്ലേ? രണ്ട് കാണാൻ പറ്റുന്നുണ്ട്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ടർ സാമ്പിൾ കണ്ടെയ്ൻസ് 108 milligram of calcium sulfate per liter. Calculate the hardness in terms of calcium carbonate equivalents. ഒന്ന് ചെയ്യാമോ? ക്വസ്റ്റ്യൻ കിട്ടിയല്ലോ എല്ലാവർക്കും? ഒന്നുകൂടെ ഞാൻ വായിച്ചേക്കാം, സ്ക്രീൻ കാണാൻ പറ്റാത്തവർക്ക്. വാട്ടർ സാമ്പിൾ കണ്ടെയ്ൻസ് 108 milligrams of calcium sulfate, ഫോർമുല എന്താണ്? CaSO4 per liter. Water sample contains 108 milligrams of calcium sulfate per liter. Calculate the hardness in terms of calcium carbonate equivalents. എപ്പോഴും ഇനി ഹാർഡ്നെസ്സിന്റെ കൂടെ അത് കാണും കേട്ടോ. ഹാർഡ്നെസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങളോട് ചോദിച്ചാൽ എപ്പോഴും കാൽസ്യം കാർബണേറ്റിന്റെ ഇക്വലന്റ് ആയിട്ട് ഹാർഡ്നെസ് കണ്ടുപിടിക്കാനായിരിക്കും ഉദ്ദേശിക്കുന്നത്. ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതിയോ? എഴുതി മാം. Water sample contains 108 milligram of calcium sulfate per liter. Calculate the hardness in terms of calcium carbonate equivalents. എന്ത് ചെയ്യണം? ആദ്യം തന്നെ ഇക്വേഷൻ എടുത്തിരുന്നെങ്കിൽ hardness is equal to mass of hardness producing substance into multiplication factor. അത് മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ എഴുതണ്ട, മുഴുവനായിട്ട് എഴുതുന്നതായിരിക്കും നല്ലത്. മുമ്പേ ഞാൻ പറഞ്ഞ ഇക്വേഷൻ എഴുതുക. മാസ് ഓഫ് ഹാർഡ്നസ് പ്രൊഡ്യൂസിംഗ് സബ്സ്റ്റൻസ് ഇൻറ്റു ഇക്വലന്റ് വെയിറ്റ് ഓഫ് കാൽസ്യം കാർബണേറ്റ് ഡിവൈഡഡ് ബൈ ഇക്വലന്റ് വെയിറ്റ് ഓഫ് ഹാർഡ്നസ് പ്രൊഡ്യൂസിംഗ് സബ്സ്റ്റൻസ്. ഇനി ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? മാസ് ഓഫ് ഹാർഡ്നസ് പ്രൊഡ്യൂസിംഗ് സബ്സ്റ്റൻസ്. ഇവിടെ ഹാർഡ്നസ് പ്രൊഡ്യൂസിംഗ് സബ്സ്റ്റൻസ് കാൽസ്യം സൾഫേറ്റ് ആണ്. അതിന്റെ മാസ് എത്രയാണ് തന്നിരിക്കുന്നത്? 108 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ മാസ് ഓഫ് ഹാർഡ്നസ് പ്രൊഡ്യൂസിംഗ് സബ്സ്റ്റൻസ് എത്രയാണ്? 108. ഓക്കെ, ഇൻറ്റു ഇക്വലന്റ് വെയിറ്റ് ഓഫ് കാൽസ്യം കാർബണേറ്റ് അത് എത്രയാണ്? 50. അത് കോൺസ്റ്റന്റ് ആണല്ലോ, എപ്പോഴും ന്യൂമറേറ്റർ ആ വാല്യൂ കോൺസ്റ്റന്റ് ആണ്. ഏത് പ്രോബ്ലത്തിലും അത് കോൺസ്റ്റന്റ് ആണ്, കാരണം അത് കാൽസ്യം കാർബണേറ്റിന്റെ ഇക്വലന്റ് വെയിറ്റ് ആണ്. സോ 50 ഡിവൈഡഡ് ബൈ ഇക്വലന്റ് വെയിറ്റ് ഓഫ് ഹാർഡ്നസ് പ്രൊഡ്യൂസിംഗ് സബ്സ്റ്റൻസ്. ഇവിടെ ഏതാണ് ഹാർഡ്നസ് പ്രൊഡ്യൂസിംഗ് സബ്സ്റ്റൻസ്? കാൽസ്യം സൾഫേറ്റ്. അതിന്റെ ഇക്വലന്റ് വെയിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? അതിന്റെ മോളിക്കുലാർ വെയിറ്റ് കണ്ടുപിടിക്കണം അല്ലേ? ഇക്വലന്റ് വെയിറ്റ് ഈസ് ഈക്വൽ ടു എന്താ? മോളിക്കുലാർ വെയിറ്റ് ഡിവൈഡഡ് ബൈ ചാർജ് ഓഫ് ദി പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺ. ഇവിടെ മോളിക്കുലാർ വെയിറ്റ് എത്രയാണ്? കാൽസ്യത്തിന്റെ ഞാൻ പറഞ്ഞുതരാം 40, സൾഫറിന്റെ 32. അറ്റോമിക് മാസ് ആണ് പറയുന്നത് കേട്ടോ. കാൽസ്യത്തിന് എങ്ങനെയാണോ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കണേ അതിന്റെ എല്ലാത്തിന്റെ അറ്റോമിക് മാസുകൾ ആഡ് ചെയ്ത് അല്ലേ? അപ്പോൾ കാൽസ്യത്തിന്റെ അറ്റോമിക് മാസ് 40, സൾഫറിന്റെ 32, ഓക്സിജൻ 4 എണ്ണം ഉണ്ട്, ഒരു ഓക്സിജന്റെ 16. അപ്പൊ 4 × 16 വരും അല്ലേ? അപ്പൊ ചെയ്ത് നോക്കി, ടോട്ടൽ എത്ര കിട്ടി? നിങ്ങൾ ചെയ്യുന്നുണ്ടോ?
കിട്ടി? എത്ര കിട്ടി? 136 എന്ന് കിട്ടിയോ? മോളിക്കുലർ മാസ് 136 എന്ന് കിട്ടിയോ? കിട്ടിയില്ലേ? കിട്ടിയോ? കിട്ടി മാം. കിട്ടി കിട്ടി. ഇനി അതിന്റെ ഈക്വലന്റ് മാസ് കണ്ടുപിടിക്കുക. 136 ഡിവൈഡഡ് ബൈ 2 അല്ലേ? മോളിക്കുലർ മാസ് ഡിവൈഡഡ് ബൈ ചാർജ് ഓഫ് പോസിറ്റീവ് അയോൺ. ഇവിടെ കാൽസ്യം സൾഫേറ്റ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ കാൽസ്യത്തിന്റെ ചാർജ് എത്രയാണ്? 2 പ്ലസ് ആണ്. അപ്പോൾ ഇവിടെ ഡിവൈഡഡ് ബൈ 2 എടുക്കണം. അപ്പൊ ഇക്വലന്റ് വെയിറ്റ് ഓഫ് കാൽസ്യം സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ എത്ര വരും? 136 ഡിവൈഡഡ് ബൈ 2 വരും. ഓക്കെ. അപ്പൊ നമ്മുടെ ഹാർഡ്നെസിന് കാരണമായിട്ടുള്ളതെല്ലാം കാൽസ്യത്തിന്റെ മഗ്നീഷ്യത്തിന്റെ സോൾട്ട് ആയതുകൊണ്ട് മിക്കവാറും ഇക്വലന്റ് വെയിറ്റ് കണ്ടുപിടിക്കാനായിട്ട് എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? മോളിക്കുലർ വെയിറ്റിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ക്ലിയർ ആയോ? ഇത് സിമ്പിൾ പ്രോബ്ലം അല്ലേ? അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന മാസ് ഓഫ് ഹാർഡ്നെസ് പ്രൊഡ്യൂസിങ് സബ്സ്റ്റൻസ് ആയിട്ട് തന്നിരിക്കുന്നത് 408 മില്ലിഗ്രാം കാൽസ്യം സൾഫേറ്റ് എന്നാ പറഞ്ഞിരിക്കുന്നത്. അല്ല സോറി, 408 അല്ലല്ലോ, എത്രയായിരുന്നു? 108 അല്ലേ? 108 എന്ന് ഞാൻ എഴുതിയിരുന്ന ടെക്സ്റ്റിൽ കിടക്കുന്ന പ്രോബ്ലത്തിന് 408 എന്നാണ്. അത് അത്രയാണെന്ന് കുഴപ്പമില്ല, എത്ര ആയിക്കോട്ടെ. അത് ഇൻറ്റു ഈ പറഞ്ഞ കണക്ക് ചെയ്യുക. അപ്പൊ ആൻസർ എത്രയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അടുത്ത പ്രോബ്ലത്തിലോട്ട് പോകാം. ഓക്കെ. ഇപ്പൊ ഞാൻ വേറൊരു സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? സെയിം സ്ക്രീൻ തന്നെ. അടുത്ത് വേറൊരു ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ ടെമ്പറേച്ചർ. കാണാം? ഓക്കെ. ഈ ക്വസ്റ്റ്യൻ കൂടെ എടുത്തത് കാൽക്കുലേറ്റ്. മറ്റേത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. ഇത്രേ ഉള്ളൂ കാര്യം. 108 ഇൻറ്റു 136 ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ ടെമ്പററി, പെർമനന്റ് ആൻഡ് ടോട്ടൽ ഹാർഡ്നെസ് ഓഫ് വാട്ടർ ഹാവിംഗ് ഫോളോവിംഗ് കോമ്പോസിഷൻ. സ്ക്രീൻ കാണാൻ പറ്റാത്തവർക്ക് വേണ്ടി ഞാൻ ഇത്തിരി സ്ലോ ആയിട്ട് വായിക്കാം. കാൽക്കുലേറ്റ് ദ ടെമ്പററി, പെർമനന്റ് ആൻഡ് ടോട്ടൽ ഹാർഡ്നെസ് ഓഫ് വാട്ടർ ഹാവിംഗ് ഫോളോവിംഗ് കോമ്പോസിഷൻ. കാൽസ്യം ബൈകാർബണേറ്റ് CaHCO3 twice 4 ppm തന്നിട്ടുണ്ട്. MgHCO3 twice 6 ppm, CaSO4 8 ppm, MgSO4 10 ppm. എല്ലാവരും എഴുതിയല്ലോ ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ ടെമ്പററി, പെർമനന്റ് ആൻഡ് ടോട്ടൽ ഹാർഡ്നെസ് ഓഫ് വാട്ടർ ഹാവിംഗ് ദ ഫോളോവിംഗ് കോമ്പോസിഷൻ. CaHCO3 twice 4 ppm, MgHCO3 twice 6 ppm, CaSO4 8 ppm, MgSO4 10 ppm. എല്ലാവരും ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞോ? ക്വസ്റ്റ്യൻ എഴുതിയോ? മാം എഴുതി. ഞാൻ മാറ്റുവാണേ. ഇനി ഈ ക്വസ്റ്റ്യൻ ചെയ്യാമോ? എങ്ങനെയാ ചെയ്യുന്നത്? ടെമ്പററി ഹാർഡ്നെസ് കണ്ടുപിടിക്കണം, പെർമനന്റ് ഹാർഡ്നെസ് കണ്ടുപിടിക്കണം, ടോട്ടൽ ഹാർഡ്നെസ് കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം തന്നെ കുറെ ഡേറ്റാസ് തന്നിട്ടുണ്ടല്ലേ. നമ്മൾ ഒരു കാര്യം അറിഞ്ഞിരിക്കണം. ടെമ്പററി ഹാർഡ്നെസ്സിന് കാരണമായിട്ടുള്ളത് ബൈകാർബണേറ്റും പെർമനന്റ് ഹാർഡ്നെസ്സിന് കാരണമായിട്ടുള്ളത് ക്ലോറൈഡും സൾഫേറ്റും ആണ്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനില് എന്തൊക്കെയാ തന്നിരിക്കുന്നത്? കാൽസ്യം ബൈകാർബണേറ്റ് 4 ppm, മഗ്നീഷ്യം ബൈകാർബണേറ്റ് 6 ppm അല്ലേ? അപ്പോൾ ബൈകാർബണേറ്റ് 2 പേര് തന്നിട്ടുണ്ട്. അവരുടെ 2 പേരുടെ കൂടെ ആഡ് ചെയ്തെടുത്താൽ എന്ത് ഹാർഡ്നെസ് ആയി? ടെമ്പററി ഹാർഡ്നെസ് ആയി. അപ്പൊ ആദ്യം തന്നെ ഇക്വേഷൻ എഴുതുക. ടെമ്പററി ഹാർഡ്നെസ് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് ഹാർഡ്നെസ് പ്രൊഡ്യൂസിംഗ് സബ്സ്റ്റൻസ് ഇൻടു മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ. ഓക്കെ. ഫാത്തിമ നസ്രീൻ കേൾക്കുന്നില്ലേ? ഫാത്തിമ ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ലേ? ഫാത്തിമയുടെ ഫേസ് കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു. ഓക്കെ. അതിൽ ആദ്യം എഴുതേണ്ട എങ്ങനെയാണ്? ടെമ്പററി ഹാർഡ്നെസ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ബൈകാർബണേറ്റ്സ്. ഓക്കെ. ഇവിടെ തന്നിരിക്കുന്ന ബൈകാർബണേറ്റ് ഏതൊക്കെയാണ്? കാൽസ്യം ബൈകാർബണേറ്റും മഗ്നീഷ്യം ബൈകാർബണേറ്റും. അപ്പം കാൽസ്യം ബൈകാർബണേറ്റിന്റെ മാസ് തന്നിരിക്കുന്നത് 4 ppm. അപ്പോൾ 4 ഇൻറ്റു അതല്ലേ മാസ് ഓഫ് ഹാർഡ്നെസ് പ്രൊഡ്യൂസിംഗ് സബ്സ്റ്റൻസ്. 4 ഇൻറ്റു പിന്നെ ന്യൂമറേറ്റർ എന്ത് വരണം? 50.
50 ഡിവൈഡഡ് ബൈ, പിന്നെ നിങ്ങൾ കാൽസ്യം ബൈകാർബണേറ്റിന്റെ മോളിക്കുലാർ മാസ് കാൽക്കുലേറ്റ് ചെയ്ത് ഇക്വലന്റ് വെയിറ്റ് കണ്ടുപിടിക്കണം. കാൽസ്യം ബൈകാർബണേറ്റിന്റെ കാൽസ്യത്തിന്റെ 40, ഹൈഡ്രജന്റെ 1, കാർബണിന്റെ 12, ഓക്സിജൻ 3 എണ്ണം വരുന്നുണ്ട്. അത് 3 × 16, ഇതെല്ലാം 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കാൽസ്യം ബൈകാർബണേറ്റിന് വേണമെങ്കിൽ ഞാൻ എളുപ്പത്തിന് കാൽക്കുലേറ്റ് ചെയ്ത് എത്രയാണെന്ന് പറയാം. കാൽസ്യം ബൈകാർബണേറ്റിന്റെ 162 എന്ന് കിട്ടും. കാൽസ്യത്തിന്റെ 40, ഒരു ഹൈഡ്രജന്റെ 1, അതുപോലെ 2 ഹൈഡ്രജൻ ഉണ്ട്, ഒരു കാർബണിന്റെ 12, അതുപോലെ 2 കാർബൺ ഉണ്ട്, ഒരു കാർബണിന്റെ 16, അതുപോലെ 6, ഒരു ഓക്സിജന്റെ 16, അതുപോലെ 6 ഓക്സിജൻ ഉണ്ട്. എല്ലാം കൂടെ നിങ്ങൾ ആഡ് ചെയ്ത് വരുമ്പോൾ 162 എന്ന് കിട്ടും. 162. ഓക്കെ, അപ്പൊ അതിന്റെ ഇക്വലന്റ് വെയിറ്റ് എന്ന് പറയുമ്പോൾ 162 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. ആ 2 നിങ്ങൾ മുകളിലോട്ട് എടുത്തിട്ട് 100 ഡിവൈഡഡ് ബൈ 162 എന്ന് ഇട്ടാൽ മതി. അപ്പൊ 4 × 100 ഡിവൈഡഡ് ബൈ 162 പ്ലസ് അതിന്റെ കൂട്ടത്തിൽ എന്തും കൂടെ ആഡ് ചെയ്യണം, മഗ്നീഷ്യം ബൈകാർബണേറ്റും ആഡ് ചെയ്യണം. അങ്ങനെ എത്ര ബൈകാർബണേറ്റ് തന്നിട്ടുണ്ടോ അതെല്ലാം കൂടെ നിങ്ങൾ ഇതുപോലെ ആഡ് ചെയ്യുക. അപ്പൊ എങ്ങനെ ചെയ്യാം? 4 × 50 ഡിവൈഡഡ് ബൈ 162/2, അല്ലെങ്കിൽ 4 × 100 ഡിവൈഡഡ് ബൈ 162 പ്ലസ്, അതുപോലെ മഗ്നീഷ്യം ബൈകാർബണേറ്റിന്റെ തന്നിരിക്കുന്നത് 6 ആണ്. 6 × മഗ്നീഷ്യത്തിന്റെ എത്രയാണെന്ന് അറിയാമോ? അറ്റോമിക് മാസ്, മഗ്നീഷ്യത്തിന്റെ അറ്റോമിക് മാസ് 24 ആണ്. മഗ്നീഷ്യത്തിന്റെ 24 ആണ്. അപ്പൊ മഗ്നീഷ്യം ബൈകാർബണേറ്റിന്റെ അറ്റോമിക് മാസ് കണ്ടുപിടിക്കാനായിട്ട് 24 പ്ലസ് ഹൈഡ്രജന്റെ 1, അതുപോലെ 2 ഹൈഡ്രജൻ, സോ 2, കാർബണിന്റെ 12, അതുപോലെ 2 കാർബൺ, അതുകൊണ്ട് 24, പിന്നെ ഓക്സിജന്റെ 16, അതുപോലെ 6 ഓക്സിജൻ, 16 × 6. അപ്പൊ അത് എത്ര കിട്ടി? മഗ്നീഷ്യം ബൈകാർബണേറ്റിന്റെ 146 എന്ന് കിട്ടും. 146 എന്നായിരിക്കും കിട്ടുന്നത്. നമ്മുടെ സമയം തീരാൻ പോവാണ്. അപ്പൊ നമ്മുടെ ടെമ്പററി ഹാർഡ്നെസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 4 × 100 ഡിവൈഡഡ് ബൈ 162 പ്ലസ് 6 × 100 ഡിവൈഡ് ബൈ 146. മോളിൽ ഇത്ര നേരം ഉണ്ടായിരുന്ന 50 100 ആയത് എങ്ങനെയാണ്? കൺഫ്യൂഷൻ ഇല്ലല്ലോ അല്ലേ? ഡിനോമിനേറ്ററിലുള്ള ഇക്വലന്റ് വെയിറ്റ് കണ്ടുപിടിക്കാനായിട്ട് എപ്പോഴും മോളിക്കുലാർ വെയിറ്റിനെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, മഗ്നീഷ്യം ബൈകാർബണേറ്റിന്റെ മോളിക്കുലാർ വെയിറ്റ് നിങ്ങൾ ആഡ് ചെയ്തെടുക്കുക. അത് ആഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 146 ആണ്. അതിന്റെ ഇക്വലന്റ് വെയിറ്റ് കണ്ടുപിടിക്കാനായിട്ട് 146 ഡിവൈഡഡ് ബൈ 2, ആ 2 മുകളിലോട്ട് പോയാൽ 50 × 2 എന്നായി. സോ 100 ഡിവൈഡഡ് ബൈ 146. അപ്പൊ ടെമ്പററി ഹാർഡ്നെസ് എനിക്ക് തോന്നുന്ന ഒരു 6.58 ppm കിട്ടിക്കാണും കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ. കാൽക്കുലേറ്റ് ചെയ്യാൻ കൺഫ്യൂഷൻ ഉണ്ടോ? ഇവിടെ ആദ്യം നമ്മൾ ടെമ്പററി ഹാർഡ്നെസ് ആണ് കണ്ടുപിടിക്കുന്നത്. ടെമ്പററി ഹാർഡ്നെസ്സിന് കാരണമായിട്ടുള്ളത് ബൈകാർബണേറ്റ് ആണ്. തൊട്ട് മുകളിലത്തെ ക്വസ്റ്റ്യനിൽ ഒരേ ഒരു സബ്സ്റ്റൻസ് മാത്രമേ തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവിടെ പല സബ്സ്റ്റൻസ് തന്നിട്ടുണ്ട്. അപ്പൊ അതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് ഓരോന്നിന്റെ ഹാർഡ്നെസ് കണ്ടുപിടിച്ചിട്ട് എല്ലാം കൂടെ ആഡ് ചെയ്യണം. ഓരോന്ന് സെപ്പറേറ്റ് കണ്ടുപിടിക്കാൻ നിൽക്കേണ്ട, ഒരുമിച്ച് അങ്ങ് പെർസെന്റ് എഴുതിയാൽ മതി. ഓരോന്നിനും എന്തൊക്കെ ചെയ്യണം? മാസ് ഓഫ് ഹാർഡ്നെസ് പ്രൊഡ്യൂസ് സബ്സ്റ്റൻസ് ഇൻറ്റു മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ ഓരോന്നിനും ചെയ്യണം. അപ്പോൾ കാൽസ്യം ബൈകാർബണേറ്റിന്റെ 4 എന്ന് തന്നിട്ടുണ്ട്, അത് ഇൻറ്റു മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ പ്ലസ് മഗ്നീഷ്യം ബൈകാർബണേറ്റിന്റെ 6 എന്ന് തന്നിട്ടുണ്ട്, 6 ഇൻറ്റു അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ. മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ എന്ന് പറയുമ്പോൾ ന്യൂമറേറ്റർ എപ്പോഴും 50, ഡിനോമിനേറ്ററിൽ നിങ്ങൾ അറ്റോമിക് മാസ് കണ്ടുപിടിച്ചത് അത് ഡിവൈഡ് ബൈ 2 ചെയ്യണം. കാരണം കാൽസ്യം മഗ്നീഷ്യം ആയതുകൊണ്ട് രണ്ടിന്റെയും പോസിറ്റീവ് ചാർജുള്ള അയോൺ 2+ ആയതുകൊണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇക്വലന്റ് വെയിറ്റ് ആയി. ഓക്കെ, അപ്പൊ രണ്ടും കൂടെ ആഡ് ചെയ്യുക. രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് ആർക്കെങ്കിലും ആൻസർ ആയോ? കാൽക്കുലേറ്റർ ഒക്കെ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടുമല്ലോ. 6.58 ppm കിട്ടിയോ? നിങ്ങൾ ചെയ്യുന്നില്ലേ? മിസ് കിട്ടുന്നുണ്ട്. കിട്ടുന്നുണ്ടോ? ഓക്കെ, ഇനി എന്താ പെർമനന്റ് ഹാർഡ്നെസ് തന്നെ കണ്ടുപിടിച്ചോ. പെർമനന്റ് ഹാർഡ്നെസ്സിന് കാരണമായിട്ടുള്ളത് ആരൊക്കെ തന്നിരിക്കുന്നത്? കാൽസ്യം സൾഫേറ്റും മഗ്നീഷ്യം സൾഫേറ്റും. ഇതുപോലെ തന്നെ കണ്ടുപിടിച്ച് കാൽസ്യം സൾഫേറ്റിന്റെ തന്നിരിക്കുന്നത് 8 ഇൻറ്റു അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ. അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ കണ്ടുപിടിക്കാനായിട്ട് കാൽസ്യം സൾഫേറ്റിന്റെ മോളിക്കുലർ മാസ് തൊട്ട് മോളിത്തെ പ്രോബ്ലത്തിൽ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എത്രയാണ്? 136.
ഓക്കെ, നിങ്ങളിത് കംപ്ലീറ്റ് ചെയ്തോ കേട്ടോ. ഇപ്പൊ സമയമായിട്ടുണ്ട്, ഞാനിത് എൻ മീറ്റിംഗ് കൊടുക്കുവാണേ. ഓക്കെ, എന്നാൽ താങ്ക് യു. അടുത്ത ക്ലാസ്സിനുള്ള സമയമായില്ലേ? അപ്പൊ അതുകൊണ്ട് നിങ്ങളിത് കംപ്ലീറ്റ് ചെയ്തോ. പ്രോബ്ലം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ടെക്സ്റ്റിൽ ചെയ്തിട്ടിരിക്കുന്ന പ്രോബ്ലം ആണ്. ഓക്കെ, എന്നാൽ നമുക്ക് നിർത്താം. കറക്റ്റ് 11:30 ആയിട്ടുണ്ട്. ഇനി അടുത്ത ക്ലാസ്സിന് സമയമായല്ലോ. ഓക്കെ, ഓക്കെ മിസ്, താങ്ക് യു മിസ്. Okay, miss. താങ്ക് യു മാം. താങ്ക് യു Thank you, miss. താങ്ക് യു.